അനുവദിക്കാത്ത ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പരാതി. തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ടി വി ഇബ്രാഹിം MLAയുടെ സബ്മിഷന് വകുപ്പ് മന്ത്രിയുടെ അഭാവത്തിൽ നൽകിയ മറുപടിയാണ് വിവാദമായിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം പൂർണ്ണമായും അനുവദിച്ചെന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര നികുതി വിഹിതം, വായ്പാ പരിധി എന്നിവയിൽ ഉണ്ടായ ഗണ്യമായ കുറവ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങൾ മൂലം വികസന ഫണ്ടിന്റെയും സംരക്ഷണ ഫണ്ടിന്റെയും അവസാന ഗഡുക്കളും പൊതു ആവശ്യ ഫണ്ടിന്റെ അവസാന 3 ഗഡുക്കളും 2024 മാർച്ച് മാസത്തിലാണ് അനുവദിക്കാൻ സാധിച്ചിട്ടുള്ളത്. മന്ത്രി പറഞ്ഞത് പ്രകാരം ഫണ്ട് അനുവദിച്ചെങ്കിൽ ഉത്തരവ് എവിടെയെന്നും ഇതുപ്രകാരം എത്ര ബില്ലുകൾ സ്വീകരിച്ചെന്നും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ചോദിക്കുന്നു. മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അവസാന ഗഡുവും ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ അവസാന 3 ഗഡുക്കളും അനുവദിച്ചിട്ടില്ല. ആ അനുവദിക്കാത്ത തുക അനുവദിച്ചു എന്നാണ് മന്ത്രി മറുപടിയിൽ കൊടുക്കുന്നത്. ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കാത്തത് മൂലം ഈ ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഫണ്ട് എങ്ങനെ ഇത്തവണ അധിക വിഹിതമായി ലഭിക്കും എന്നുള്ള കാത്തിരിപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. ആ സമയത്താണ് മന്ത്രി അനുവദിച്ചു എന്ന് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഗവൺമെന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബില്ലുകൾ ട്രഷറിയിൽ സ്വീകരിക്കും. എന്നാൽ മന്ത്രി പറയട്ടെ, ഈ 3ാം ഗഡു അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ബില്ല ട്രഷറിയിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഒരൊറ്റ ബില്ലും സ്വീകരിച്ചിട്ടില്ല. 1215 കോടി രൂപയുടെ മെയിൻ്റനൻസ് ഗ്രാന്റും 557 കോടി രൂപയുടെ ജനറൽ പർപ്പസ് ഗ്രാന്റുമാണ് അനുവദിക്കാത്തത്. ഈ പണം നൽകണമെന്നാവശ്യപ്പെട്ട് അടുത്ത മാസം 20-ന് കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ധർണ സംഘടിപ്പിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.